السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أما بعد, സഹോദരങ്ങളെ, സൂറത്തു അൽ മുജാദലയുടെ തഫ്സീറാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ ബുധനാഴ്ചകളിൽ എടുത്തു വരുന്നതാണ് തഫ്സീറിൻ്റെ ദർസ്. അത് തൽക്കാലം ഈ ഞായറാഴ്ച കൂടി തുടരുകയാണ്, ഈ സൂറത്ത് പൂർത്തിയാക്കാൻ വേണ്ടി. ഇൻഷാ അല്ലാഹ് വഫഖനില്ലാഹു ഇയ്യാക്കും. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, 10-ാമത്തെ ആയത്ത്, ഇന്നമൻ നജ്വാ മിനശ് ശൈത്താനി ലിയഹ്സുന അല്ലദീന ആമനു വലൈസ ബിദാദ്ദിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഇന്നമൻ നജ്വാ മിനശ് ശൈത്താൻ, ഈ നജ്വ രഹസ്യ സംഭാഷണം, രഹസ്യമായുള്ള കൂടിച്ചേരൽ, സംസാരം, മിന ഷൈത്താൻ, പിശാചിൽ നിന്നുള്ളതാണ്. ലിയഹ്സുൻ, എന്തിനു വേണ്ടി? ദുഃഖിക്കാൻ വേണ്ടി. അല്ലദീന ആമനു, മുഅ്മിനുകൾക്ക് അതുകൊണ്ട് ദുഃഖമുണ്ടാകാൻ വേണ്ടി. അപ്പോൾ മുഅ്മിനുകളുടെ ഹുസ്ൻ, അവരുടെ ദുഃഖം ഷൈത്താന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. വലൈസ ബിദാദ്ദിഹിം ഷൈഅ, എന്നാൽ അള്ളാഹു പറയുന്നു വലൈസ ബിദാദ്ദിഹിം ഷൈഅൻ, ഈ നജ്വ, ഈ പറയുന്ന ഗൂഢാലോചന, അതൊന്നും അവർക്ക് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല, മുഅ്മിനുകൾക്കൊരു ഉപദ്രവവും വരുത്തുകയില്ല. ഇല്ല ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതിയോടെ അല്ലാതെ. വഅലല്ലാഹി, അതുകൊണ്ട് അള്ളാഹുവിൽ മാത്രമാകട്ടെ, ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കട്ടെ. എവിടെ മാത്രം അർത്ഥം കിട്ടിയത്? അലല്ലാ എന്നത് ആദ്യം പറഞ്ഞു, തഖദീം ചെയ്തു, അതുകൊണ്ടാണ്. തഖീർ ചെയ്ത് തഖദീം ചെയ്താൽ മാത്രം അർത്ഥം കിട്ടും. പിന്നെ പറയേണ്ടത്, ആദ്യം പറഞ്ഞാൽ ഹസറിന്റെ അർത്ഥം കിട്ടും, അഥവാ മാത്രം എന്ന അർത്ഥം കിട്ടുന്നതാണ്. റസൂൽ അള്ളാഹുവിൽ മാത്രമാണ് മുഅ്മിനുകൾ തവക്കുലാക്കേണ്ടത്, അള്ളാഹുവിൽ മാത്രമാണ് മുഅ്മിനുകൾ തവക്കുലാക്കേണ്ടത്. ഈ ആയത്തിൽ ഷൈത്താന് സന്തോഷം നൽകുന്നതാണ് ഇന്നമൻ നജ്വ മിന ഷൈത്താൻ, ഷൈത്താനിൽ നിന്നുള്ളതാണ് നജ്വ, രഹസ്യമായ സംഭാഷണം. ലിയഹ്സുന അല്ലദീന ആമനു, മുഅ്മിനുകൾ സന്തോഷിക്കാൻ, മുഅ്മിനുകൾ ദുഃഖിക്കാൻ വേണ്ടി. ഷൈത്താന് സന്തോഷം നൽകും മുഅ്മിൻ ദുഃഖിക്കുക എന്ന കാര്യം. കാരണം ഹുസ്ൻ അല്ലെങ്കിൽ ഹസൻ എന്ന് പറയുന്ന ദുഃഖം നമ്മെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഖൈറായ കാര്യങ്ങളും തടയും. ഒരാൾ അയാളുടെ ജോലിയും അയാളുടെ കുടുംബത്തിനും ബാക്കിയുള്ള സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടേണ്ട കാര്യം ഒക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ അയാൾക്ക് ദുഃഖമുണ്ടായാൽ അതൊന്നും ഉന്മേഷത്തോടെ ചെയ്യാൻ അയാൾക്ക് കഴിയില്ല, അയാളാകെ പ്രയാസപ്പെടും. അതുപോലെ ചില സമയത്ത് ആഖിറത്തിലേക്ക് അയാൾക്ക് ഉപകാരപ്പെടുന്ന ദീനിയായ വിജ്ഞാനങ്ങൾ പഠിക്കുക പോലെയുള്ള കാര്യങ്ങൾ, ദുഃഖം അയാൾ അതിൽ നിന്ന് തടഞ്ഞേക്കാം. യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ്. ഹുസ്നൊക്കെ നീങ്ങാൻ, ദുഃഖമൊക്കെ നീങ്ങാനുള്ള വളരെ വലിയ, അതിന് സഹായിക്കുന്ന കാര്യമാണ് ദീൻ പഠിക്കുക എന്നുള്ളത്. കാരണം ദീനിൻ്റെ മജാലിസ്, അത് ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവിടെ മലായിക്കത്ത് ഇറങ്ങും, അവരെ പൊതിയും, അവരിൽ സക്കീനത്ത് അവതരിക്കും. സക്കീനത്ത് എന്താ? സമാധാനമാണ്. അള്ളാഹു നാം പഠിക്കാനിരിക്കുന്ന മജ്ലിസുകൾ ആ രൂപത്തിലാക്കി തീർക്കുമാറാകട്ടെ, ആമീൻ. അത് ദുഃഖങ്ങൾ ദൂരെ അകറ്റുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നത് ദുനിയാവിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന്, ശുഗലിൽ നിന്ന് നമ്മെ ഒഴിവാക്കി തരും. അബ്ദുല്ലാഹി ഇബ്നു ഔൻ റഹിമഹുല്ലാഹ്, മഹാനായ താബിഈ, അദ്ദേഹം പറഞ്ഞതുപോലെ ദിക്റുല്ലാഹി ദാഉൻ വദിക്റുന്നാസി ദാഉൻ വദിക്റുല്ലാഹി ദവാഉൻ, ദിക്റുന്നാസി ദാഉൻ വദിക്റുല്ലാഹി ദവാ. മനുഷ്യരെ കുറിച്ചുള്ള ദിക്ർ അത് രോഗമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അത് മരുന്നാണ്. അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഇയാൾ ഇങ്ങനെ ചെയ്തല്ലോ, അയാൾ അങ്ങനത്തെ ആളാണ്, ഇയാൾ ഇങ്ങനെ, ഇത് നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതൊക്കെ ദുഃഖമൊക്കെ ഉണ്ടാക്കി തരും.
കൽബിൽ രോഗം പിടിപ്പിക്കും. ആ സമയത്ത് അള്ളാഹിനെ അവൻ്റെ ദീനിനെയും കുറിച്ച് ചിന്തിച്ചാൽ അതങ്ങ് നീങ്ങും. ഇമാം ദഹബി സിയറു അലാമിൻ നുബല എന്ന മഹത്തായ കിതാബിൽ അബ്ദുല്ലാഹിബിൻ ഔനിന്റെ ഈ വാക്കുദ്ധരിച്ച ശേഷം പറഞ്ഞു, പല അജബുമിന്ന, അത്ഭുതം നമ്മുടെ കാര്യമാണ്. നമ്മൾ മരുന്ന് ഒഴിവാക്കി രോഗമെടുക്കുന്നു, മരുന്ന് ഒഴിവാക്കി രോഗം ആണ് എടുക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ ദിക്ർ അത് ഖൽബിന് തുമഅനീനത്ത് നൽകുന്നതാണ്. അള്ളാഹു പറഞ്ഞതുപോലെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ദിക്ർ ഒന്നുകൊണ്ട് മാത്രമാണ്, നേരത്തെ പറഞ്ഞതുപോലെ ദിക്റില്ല എന്നത് മുമ്പ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദിക്ർ ഒന്നുകൊണ്ട് മാത്രമാണ് കൽബിന് സമാധാനം ലഭിക്കുന്നത്, തുമഅനീനത്ത് ലഭിക്കുന്നത്, കൽബിന് യഥാർത്ഥ ശാന്തി ലഭിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് അവരുടെ അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നത്. അതുകൊണ്ട് ദുഃഖിച്ചിരിക്കുക എന്നത് ശൈത്താന് മുഅ്മിന്റെ ദുഃഖം ഇഷ്ടമാണ്. നമ്മൾ അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വദലഇ ദൈനി വഗലബത്തി റിജാൽ. അല്ലാഹു ഞാൻ നിന്നോട് രക്ഷ തേടുന്നു മിനൽ ഹമ്മി വൽ ഹസൻ, ഹമ്മിൽ നിന്നും ഹസനിൽ നിന്നും. ഹം എന്നത് വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ബേജാറാണ്. ഇനിയിപ്പോൾ ഇങ്ങനെയാണല്ലോ ആകാൻ പോകുന്നത്, ഇനിയിപ്പോൾ ഇങ്ങനെയല്ലേ നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടുള്ള ബേജാറാണ് ഹം എന്ന് പറയുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ അള്ളാഹിന്റെ പ്രതിഫലമുണ്ട്. ഇതുകൊണ്ടൊക്കെ മുഅ്മിന്റെ പാപം പൊറുക്കപ്പെടും. മുഅ്മിനിന് ഉണ്ടാകുന്ന ഹം, അവന്റെ മനസ്സിലുണ്ടാകുന്ന ദുഃഖം, പ്രയാസം, ഇതൊക്കെ അള്ളാഹു പാപം പൊറുക്കാൻ കാരണമാക്കിയിരിക്കും. ഹത്ത ശൗഖത്തു യുശാഖുഹ, അവൻ തറക്കുന്ന ഒരു മുള്ളുപോലും. ഹസൻ എന്നാൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ആലോചിച്ചുള്ള സങ്കടം, ആ സംഭവം വന്നു കഴിഞ്ഞു അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള സങ്കടം. ഇതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ. അജ്സ് എന്നാൽ കഴിവില്ലായ്മ, ഒരു കാര്യം ഖൈർ അത് ചെയ്യാൻ അവന് കഴിവില്ല. ദുനിയാവിലും ആഖിറത്തിലോ ഉപകാരപ്പെടുന്ന ഒരു കാര്യം ചെയ്യാൻ അവന് കഴിവില്ല. കസൽ എന്നാൽ എന്താ? മടിയാണ്. ഇത് രണ്ടും നമ്മളെ ഖൈറിന് തടയും. അജ്സ് എന്താ? കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ അതിന് ശേഷിയില്ല. എന്നാൽ കസൽ എന്നാൽ കാര്യം ചെയ്യാൻ ശേഷിയുണ്ട് പക്ഷേ മടിയാണ്. രണ്ടും ഖൈറിന് തടയും. വൽ ജുബ്നി വൽ ബുഖൽ. ജുബ്ൻ എന്നാൽ ഭീരുത്വം, ബുഖൽ എന്നാൽ പിശുക്ക്. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു ഇതിൽ ഓരോന്നും എതിരായ കാര്യങ്ങൾ ഇമാം ഇബ്നുൽ ഖയ്യിം പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം ജുബ്നുള്ളവന്റെ തടി കൊണ്ടൊരു ഉപകാരം കിട്ടൂല, ബുഖലുള്ളവന്റെ സമ്പത്ത് കൊണ്ട് ഉപകാരം കിട്ടൂല. ഭീരുവിന്റെ തടി കൊണ്ട് ഉപകാരമില്ല, ശരീരം കൊണ്ട് ഉപകാരമില്ല. ബഖീലിന്റെ സമ്പത്ത് കൊണ്ടും ഉപകാരമില്ല. ബഖീലിനെ കുറിച്ച് ചിലർ പറഞ്ഞിട്ടുള്ളതുപോലെ ഫഖീറിന്റെ ജീവിതം ജീവിക്കും, ഖനീന്റെ ഹിസാബ് നേരിടേണ്ടി വരും. ജീവിതം ഫഖീറിന്റെ ജീവിതമാണ്, അള്ളാഹിന്റെ വിചാരണ പണക്കാരന്റെ വിചാരണയാണ് നേരിടേണ്ടി വരിക. അതിങ്ങനെ ഇറുക്കി വെച്ച് അങ്ങനെ ആയിത്തീരും. ജുബ്നി വൽ ബുഖൽ വദലഇ ദൈനി വഗലബത്തി റിജാൽ. ദലഉ ദൈൻ എന്നാൽ കടം കൊണ്ടുള്ള ബുദ്ധിമുട്ട്. ഗലബത്തു റിജാൽ എന്നാൽ ആളുകൾ അവന്റെ മെക്കിട്ട് കയറുക. ആളുകൾ മെക്കിട്ട്, ഇത് കടം കൊണ്ടുണ്ടാകുന്നതാണ്. കടം കൊണ്ട് അതുണ്ടായിത്തീരും ഗലബത്തു റിജാൽ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്നെല്ലാം രക്ഷ തേടിയിട്ടുണ്ട്. പ്രയാസങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടി. അവിടുന്ന് ധാരാളമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഗ്റമി വൽ മഅസം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഗ്റമി വൽ മഅസം. മഗ്റം എന്നാൽ കടം, മഅസം എന്നാൽ പാപം. സഹാബത്ത് ചോദിച്ചു, നബി എന്താണ് നിങ്ങൾ ധാരാളമായി കടത്തിൽ നിന്ന് രക്ഷ തേടുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കടക്കാരനായാൽ അത് കടം അവനെ കളവ് പറയാൻ പ്രേരിപ്പിക്കും, വാക്ക് തെറ്റിക്കാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് അതിലേക്ക് എത്തുന്ന കാര്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അതിൽ നിന്ന് തന്നെ രക്ഷ തേടിയിരുന്നു. ഹസൻ എന്നത് ശൈത്താൻ ഇഷ്ടമാണ്. മുഅ്മിനുകളെ ദുഃഖിക്കുക എന്നത് ശൈത്താന് ഇഷ്ടമാണ്. അതുകൊണ്ട് ശൈത്താന് ഇഷ്ടപ്പെടുന്നത് ചെയ്യാതിരിക്കുക, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് മടങ്ങുക, അവനോട് എല്ലാ പ്രയാസത്തിൽ നിന്നും രക്ഷ തേടുക. അള്ളാഹു നമ്മുടെയും എല്ലാ മുസ്ലിമീങ്ങളുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. വലൈസ ബിദാദ്ദിഹിം ഷൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. എന്നാൽ അവരെ ഉപദ്രവിക്കാൻ സാധ്യമല്ല അതിന്, ഈ ഗൂഢാലോചനക്കോ ശൈത്താനോ ഒന്നും,
ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുമതിയോടെ അല്ലാതെ. അതാണ് ഇബ്നു അബ്ബാസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, ഇഹ്ഫളില്ലാഹ് യഹ്ഫൾക്ക്, മോനെ നീ അള്ളാഹിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ കാത്തുകൊള്ളും. ഇഹ്ഫളില്ലാഹ്, അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക. തജിദുഹു തുജാഹക്, അള്ളാഹുവിനെ നിനക്ക് കൺമുന്നിൽ കാണാം. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. വഅലം അന്നൽ ഖലീഖത, ചില റിവായത്തുകളിൽ അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു ലക്. മനുഷ്യർ മുഴുവൻ, പടപ്പുകൾ മുഴുവൻ എന്ന് ചില റിവായത്തുകൾ കാണാം. അള്ളാഹിൻ്റെ പടപ്പുകൾ മുഴുവൻ ഒരുമിച്ച് ചേർന്നു നിനക്കൊരു ഉപകാരം ചെയ്തു തരാൻ, അള്ളാഹു ഉദ്ദേശിച്ച ഉപകാരമല്ലാതെ, അള്ളാഹു നിനക്ക് കൊണ്ട് എഴുതി വച്ച ഉപകാരമല്ലാതെ ചെയ്തു തരാൻ സാധ്യമല്ല. വലൗ ഇജ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ ലം യദുറുക ബിശൈഇൻ ഇല്ലാ കതബഹു അല്ലാഹു അലൈക്. അവർ നിനക്ക് ഉപദ്രവം വരുത്താൻ ഒരുമിച്ച് കൂടി, അവരെല്ലാവരും കൂടിയാലും അള്ളാഹു നിനക്ക് ബാധിക്കണമെന്ന് തീരുമാനിച്ച ഉപദ്രവമല്ലാതെ വരുത്താൻ സാധിക്കുകയില്ല. റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തി സുഹുഫ്, പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ ഉണങ്ങിപ്പോയി. വഅലം അന്ന അൻ-നസ്റ മഅ അസ്-സബ്ർ വഅന്ന അൽ-ഫറജ മഅ അൽ-കർബ് വഅന്ന മഅ അൽ-ഉസ്രി യുസ്റ. തഅറഫ് ഇലല്ലാഹി ഫി الرخاء യഅരിഫക ഫി الشدة. നീ സുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിനെ നീ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുക. അള്ളാഹു അറിയുന്നുണ്ട്, നീ നന്മകൾ കൊണ്ട് ദുആ കൊണ്ട് അവനിലേക്ക് അടുക്കുക. യഅരിഫക ഫി الشدة, എങ്കിൽ ബുദ്ധിമുട്ടേറിയ സമയത്ത് അവൻ നിന്നെ അറിയും, അവൻ നിന്നെ സഹായിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. വഅലം, നീ അറിയുക മോനെ, അന്ന അൻ-നസ്റ മഅ അസ്-സബ്ർ, ക്ഷമയുടെ കൂടെയാണ് അള്ളാഹുവിൻ്റെ സഹായം. വഅന്ന അൽ-ഫറജ മഅ അൽ-കർബ്, പ്രയാസത്തിൻ്റെ കൂടെയാണ് തുറവിയുള്ളത്. അള്ളാഹു പോംവഴി കാണിച്ചു തരും, പ്രയാസത്തിൻ്റെ കൂടെ പോംവഴിയുണ്ട്. വഅന്ന മഅ അൽ-ഉസ്രി യുസ്റ, പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നാലെ വരുന്നു കൂടിയല്ല. പിന്നാലെ വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വേറൊരു ആയത്തിലുണ്ട്, സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്റ, അള്ളാഹു യുസ്റിന് ശേഷം പ്രയാസത്തിന് ശേഷം എളുപ്പം തരും. ഈ ആയത്തിലോ കൂടെ ഉണ്ട് എന്നാണ്. മാത്രമല്ല ഒരായത്തിൽ ഉസ്റിനെ, രണ്ടായത്തിനും ഉസ്ർ പ്രയാസത്തിനെ അലിഫ്ലാം ചേർത്തിട്ടാണ് പറഞ്ഞത്, എളുപ്പത്തിനെയോ നെക്കിറയാക്കി അലിഫ്ലാം ഇല്ലാതെയാണ് പറഞ്ഞത്. അലിഫ്ലാമോടെയാണ് ഉസ്ർ പ്രയാസത്തെ പറഞ്ഞത്, മഅരിഫ എന്ന് പറയാം അതിന്. അഥവാ അത് രണ്ടും ഒന്നാണ്. രണ്ടായത്തിൽ പറഞ്ഞ പ്രയാസം ഒന്നാണ്, എളുപ്പമോ രണ്ടാണ്, രണ്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ റിവായത്ത് വന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ സനദിനെ കുറിച്ച് ചർച്ചകളുണ്ട്. എന്നാൽ സഹാബത്തിൽ നിന്ന് വന്ന കാര്യമാണ്, ഉറപ്പായും വന്ന കാര്യമാണ് എന്ത്, ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈൻ, ഒരു പ്രയാസത്തിന് രണ്ട് എളുപ്പത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. യുസ്ർ രണ്ടെണ്ണമുണ്ട്. ചില ആളുകൾ പറയുന്നത് പോലെ അള്ളാഹു ഒരു ദിർഹം എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ദീനാർ തരാനിരിക്കുന്നു. അള്ളാഹു ഒരു ദിർഹം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദീനാർ റബ്ബ് സുബ്ഹാനഹു വ തആല തരിക തന്നെ ചെയ്യും. അള്ളാഹു അവൻ്റെ ഖസാന വിശാലമാണ്, അവൻ രാവും പകലുമില്ലാതെ ചെലവഴിക്കുന്നവനാണ്. അഗ്നാനില്ലാഹു അയ്യാക്കും. إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضادهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون. അതുകൊണ്ട് മുഅ്മിനുകൾ അല്ലാഹുവിൽ മാത്രം തവക്കുലാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറുസിഖ്തും കമാ തുർസഖു അത്ത്-തയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനഹ. നിങ്ങൾ അല്ലാഹുവിൽ യഥാർത്ഥ തവക്കുലാക്കിയാൽ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും. രാവിലെ വയറൊട്ടിയവരായ അവരവരുടെ കൂടുകളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, വൈകുന്നേരം അതാ വയറ് നിറഞ്ഞ് കൂടുകളിലേക്ക് തിരിച്ചു പോകുന്നു. എത്ര ആയത്തുകളാണ് അള്ളാഹു നമുക്ക് ചുറ്റും വച്ചിട്ടുള്ളത്. എങ്ങോട്ട് നോക്കിയാലും അള്ളാഹുവിൻ്റെ എത്ര ആയത്തുകൾ നമുക്ക് കാണാം. അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ് മനുഷ്യരധികവും. അവർ അള്ളാഹു തവക്കുലാക്കി ഇറങ്ങുന്നു, ഒരു കൂട്ടി തന്നെ ഇരിക്കുന്നില്ല, അവരിറങ്ങുന്നു, അവരധ്വാനിക്കുന്നു, അള്ളാഹു അവർക്ക് റിസ്ക് നൽകുന്നു. അത് പൂർത്തിയാക്കിയിട്ടേ മരിക്കുള്ളൂ, അത് പൂർത്തിയായിട്ടേ ഒരാൾ മരിക്കുള്ളൂ. ഏതൊരാളും അത് പൂർത്തിയായാലേ മരിക്കുകയുള്ളൂ. ഈ ആയത്തിൽ അള്ളാഹു രഹസ്യ സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞു. അത് മുഅ്മിനുകളെ ദുഃഖിപ്പിക്കും. അതുകൊണ്ട് ശൈത്താൻ അത് ഇഷ്ടമാണ്, ശൈത്താൻ്റെതാണ് രഹസ്യ സംഭാഷണം. അത് മുഅ്മിനുകളെ ദുഃഖിപ്പിക്കും. അതുകൊണ്ട് മുഅ്മിനുകളെ ദുഃഖിപ്പിക്കുന്ന രൂപത്തിൽ, അവർക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ എന്ത് ചെയ്യരുത്, രഹസ്യ സംഭാഷണം പാടില്ല. മുസ്ലിമിനെ സന്തോഷിപ്പിക്കൽ പുണ്യകർമ്മമാണ്.
അയാൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു വാർത്ത അയാളോട് പറയാന്നുള്ളത് പുണ്യമാണ്, ഖൈറാണ്. സഹാബത്ത് അത് അതിനുവേണ്ടി മത്സരിച്ചിരുന്നു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കുറേ ദിവസത്തോളം അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഹജ്ർ ചെയ്തല്ലോ, മിണ്ടാതിരുന്നു അള്ളാഹിന്റെ കൽപ്പന പ്രകാരം. പിന്നീട് അള്ളാഹ് തൗബ സ്വീകരിച്ചതായി സൂറത്ത് തൗബയിലെ ആയത്തിറങ്ങിയപ്പോൾ ഓടി ഒരാൾ കുതിരപ്പുറത്ത് ചെന്നു, യാ കഅബ് അബ്ശിർ, കഅബ് സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉയർന്ന പ്രദേശത്ത് കയറി ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്ത്? ഇതേ കാര്യം. അപ്പം ഇങ്ങനെയാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹു മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് ഫലാ ഉബശ്ശിറുൻ നാസ്, ശിർക്ക് ചെയ്യാത്തവർ അവർ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന ഹദീസ് കേട്ടപ്പോൾ ഞാൻ ഈ സന്തോഷ വാർത്ത ജനങ്ങളെ അറിയിക്കട്ടെ. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കൽ പുണ്യകർമ്മമാണ്, ദുഃഖിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ദുഃഖമുണ്ടാക്കുന്ന ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കരുത്, ദുൽമാണ്, അത് അതിക്രമമാണ്. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ചില രഹസ്യ സംഭാഷണങ്ങൾ വിലക്കിയിട്ടുള്ളത്. ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഇന്നമൻ നജ്വ വഹിയ അൽ മുസാറത്തു ഹൈതു യതവഹമു മുഅ്മിനുൻ ബിഹാ സൂആ. ഒരു മുഅ്മിൻ മോശമായി വിചാരിക്കാനിടയുള്ള രഹസ്യ സംഭാഷണം മിന ശൈത്താൻ, അത് ശൈത്താനിൽ നിന്നാണ്. ലിയഹ്സുന അല്ലദീന ആമനു, മുഅ്മിനുകളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാണ്. യാനി ഇന്നമാ യസ്ദുറു ഹാദാ മിനൽ മുതനാജൈനി അൻ തസ്വീൽ ശൈത്താനി വതസീനിഹി. ഇങ്ങനെ മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുന്ന രൂപത്തിൽ രഹസ്യ സംഭാഷണം നടത്തുന്നവർക്ക് അതിനുള്ള പ്രേരണ നൽകുന്നതാരാ? ശൈത്താനാണ്. ലിയഹ്സുന അല്ലദീന ആമനു, മുഅ്മിനുകൾ ദുഃഖിക്കാൻ. ഐ ലിയസൂഅഹും വലൈസ ദാലിക ബിദാദിഹിം ഷൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. എന്നാൽ താൽക്കാലികമായി ദുഃഖിപ്പിക്കാൻ സാധിച്ചേക്കാം, പക്ഷെ ദുർറുണ്ടാക്കാൻ കഴിയില്ല. പറയുന്നവർ പറഞ്ഞാൽ നമുക്കെന്താണ്? ഒന്നുമില്ല. അള്ളാഹു നമുക്ക് അജ്ർ നൽകും, പ്രതിഫലം നൽകും, അള്ളാഹു നമുക്ക് ഖൈർ നൽകും, സബറിന് പ്രതിഫലം നൽകും. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കാം? ഒന്നും സംഭവിക്കില്ല. അള്ളാഹു തീരുമാനിച്ചതേ നടക്കുള്ളൂ. നമ്മൾ എന്ത് തലകുത്തി പറഞ്ഞാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആരെന്ത് നജ്വ ഗൂഢാലോചന നടത്തിയാലും രഹസ്യം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അള്ളാഹു കുൻ എന്ന് പറഞ്ഞത് ഫയക്കൂൻ, അതാണ് സംഭവിക്കുക, അതേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ആകാശവും ഭൂമിയൊക്കെ ഫസാദാകുമായിരുന്നു. വലൗ ഇത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും ലഫസദത്തിസ് സമാവാതു വൽ അർദ്. അവരുടെ ആ ജനങ്ങളിൽ ചിലരുടെ തോന്നിവാസത്തിനനുസരിച്ചായിരുന്നു ഹക്കെങ്കിൽ, കാര്യം നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആകാശവും ഭൂമിയൊക്കെ ഫസാദിലായിപ്പോയാലേ. അങ്ങനെയൊന്നുമല്ല, അള്ളാഹു തീരുമാനിച്ചതേ നടക്കുള്ളൂ. വമൻ അഹസ്സ മിൻ ദാലിക ഷൈഅൻ ഫലിയസ്തഇദ് ബില്ലാഹ്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ വല്ലതും തോന്നിയാൽ, പ്രയാസം വല്ലതും ഉണ്ടാകുമെന്ന് തോന്നിയാൽ അള്ളാഹുവിനോട് രക്ഷ തേടുക, അള്ളാഹുവിനോട് ഇസ്തിആദ നേടുക. അവരാണ് നമുക്കുള്ള മഞ്ച, ഇതെല്ലാം റബ്ബിൽ മാത്രമാണ്. നമുക്കുള്ള അഭയകേന്ദ്രവും രക്ഷാസങ്കേതവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാണ്. വേറെ ഒരാളും നമ്മെ രക്ഷിക്കുകയില്ല. അള്ളാഹു നമ്മെ കൈവിട്ടാൽ, ഇൻ യൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വയഖ്ദുൽകും ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദിഹി. അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. വയഖ്ദുൽകും, അള്ളാഹു നിങ്ങളെ കൈവിട്ടാൽ, അവൻ നിങ്ങളെ കൈയൊഴിഞ്ഞാൽ, ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദിഹി, ആരുണ്ട് അവൻ കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ? ഒരാളുമില്ല. അതുകൊണ്ട് അവനെ മാത്രം തവക്കുലാക്കുക, അവനിൽ മാത്രം തവക്കുലാക്കുക, അവനോട് തേടുക. ഏത് പ്രയാസത്തിൽ നിന്നും അവനോട് രക്ഷ തേടുക. അവൻ നമ്മുടെ പ്രയാസം നീക്കാൻ കഴിവുള്ളവനാണ്, അവൻ കഴിവുള്ളവനാണ്. നമ്മുടെ അവലംബം അവനായിരിക്കുക. ഭൗതികമായ പരിഹാരങ്ങൾ തേടുമ്പോൾ അത് ശരീരം കൊണ്ട് മാത്രമായിരിക്കുക. കൽബ് അതിൽ തവക്കുലാക്കരുത്, കൽബ് അവരിൽ തഅല്ലുഖ് ബന്ധിപ്പിക്കരുത്. കൽബ് അള്ളാഹുവിൽ ബന്ധിപ്പിക്കുക, അതാണ് തവക്കുൽ. തവക്കുൽ ഒന്നും ചെയ്യാതെ ഇരിക്കാന്നല്ല, മറിച്ച് തവക്കുൽ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് പ്രവർത്തിക്കുക, എന്നിട്ട് നീ കൽബ് അള്ളാഹുവിൽ അവലംബിക്കുക, കൽബ് കൊണ്ട് അള്ളാഹുവിൽ മാത്രം അവലംബിക്കുക. അതാണ് തവക്കുൽ. അതാണ് അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ച തവക്കുൽ. അതാണ് ഒരാൾ ഒട്ടകത്തെ കെട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ഹദീസ് കേട്ടിട്ടില്ലേ? നബിയെ, ഞാൻ അതിനെ കെട്ടിയിടണോ അതല്ല അള്ളാഹു തവക്കുലാക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖിൽഹാ വ തവക്കൽ, നീ കെട്ടിയിടുക, തവക്കുലാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുൽ മുതവക്കിലീൻ, തവക്കുലാക്കുന്നവരുടെ ഇമാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കാട്ടിയും വലിയ തവക്കുലാർക്ക. റസൂലുള്ള ഒരു വർഷത്തേക്ക് തൻ്റെ കുടുംബത്തിന് വേണ്ട സമ്പത്ത് നീക്കി വെച്ചിരുന്നു. അവിടുന്ന് യുദ്ധത്തിൽ പടച്ചട്ട അണിഞ്ഞിരുന്നു. എന്തിനാ പടച്ചട്ട?
കൊള്ളാതിരിക്കാൻ. അള്ളാഹ് ഉദ്ദേശിച്ചാലേ കൊള്ളുള്ളൂ, ഞാൻ തവക്കുലാക്കി എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പടച്ചട്ട അണിഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. അപകടത്തിൽ ചാടുന്ന സംഗതി ചെയ്യാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞു. കടലിൽ ഇളകുന്ന സമയത്ത് കടലിൽ പോകരുത്, റസൂലുള്ളാഹിന്റെ വിലക്ക് വന്നിട്ടുണ്ട്. കടൽ ക്ഷോഭിക്കുന്ന സമയത്ത് കടലിൽ പോകാൻ പാടില്ല, റസൂലുള്ളാഹിന്റെ വിലക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തുറസായ ടെറസിൽ, ചുറ്റുമതിലില്ലാത്ത ടെറസിൽ കിടന്നുറങ്ങരുത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്ക് വന്നിട്ടുണ്ട്. അള്ളാഹിന്റെ ദിമ്മത്ത് ഒഴിവാകും എന്നാണ്. അള്ളാഹുവിന്റെ ദിമ്മത്ത് ഒഴിവാകും, അള്ളാഹിന്റെ കാവൽ ഒഴിവാകും. കാരണം അള്ളാഹു എനിക്ക് ബുദ്ധി തന്നിട്ടില്ലേ? ഇങ്ങനെ ആയ തീക്ക് ചൂടാണെന്ന് അള്ളാഹ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? തീ വെള്ളം ഒഴിച്ചാൽ തീ കെട്ടുപോകുമെന്ന് റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അള്ളാഹ് പഠിപ്പിച്ചു തന്ന ഇൽമാണത്. അതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് അള്ളാഹു ഇത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതൊന്നും ഒഴിവാക്കി ജീവിക്കാനല്ല. അത് നീ ശരീരം കൊണ്ട് ഈ വക റബ്ബ് പഠിപ്പിച്ച അന്ന വിജ്ഞാനം നീ ഉപയോഗപ്പെടുത്തുക, ബുദ്ധി ഉപയോഗപ്പെടുത്തുക. പക്ഷേ ഖൽബ് അള്ളാഹുവിൽ അവലംബിക്കുക. ചിലപ്പോൾ ഈ സബബുകളൊന്നും മുന്നിലില്ലാത്ത സമയം വരും, രക്ഷപ്പെടാൻ യാതൊരു വഴിയില്ല. ആരാ എന്നെ രക്ഷിക്കുക? അള്ളാഹുവാണ്. അള്ളാഹു തീരുമാനിച്ച ഏത് കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. ആരാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിൽ നിന്ന് രക്ഷിച്ചത്? എല്ലാ ആളുകളും നേർന്ന് വിറക് വെച്ച് കത്തിച്ച വൻ തീ, മുകളിലൂടെ പറക്കുന്ന പക്ഷികളൊക്കെ കരിഞ്ഞു വീണിരുന്നു എന്നാണ്. അവർക്ക് അടുത്തുകൂടി ചെല്ലാൻ പറ്റിയില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വലിച്ചെറിയാണ് ചെയ്തത് അവർ തീയിലേക്ക്. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അള്ളാഹു തീയോട് പറഞ്ഞു, നീ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമായി തീരുക. കാരണം തീ അള്ളാഹുവിൻ്റെ സൈന്യമാണ്. അള്ളാഹു ഉദ്ദേശിച്ചെടുത്താണ് അത് പോവുക. അള്ളാഹു ഉദ്ദേശിച്ചെടുത്തേക്ക് പോകും. അത് അള്ളാഹു ഉദ്ദേശിച്ചവരെ കരിച്ചു കളയും. അത് കാറ്റും സമുദ്രവും ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളാണ്. ഇടിമിന്നൽ അള്ളാഹുവിൻ്റെ ജുന്താണ് ഇതെല്ലാം. അതുകൊണ്ട് അവനിൽ നന്നായി തവക്കുലാക്കുക. ഫലിയസ്തഈദ് ബില്ലാഹ് വലിയതവക്കൽ അലല്ലാഹ്. അള്ളാഹുവിനോട് രക്ഷ തേടുക, അവനിൽ ഭരമേൽപ്പിക്കുക. ഫഇന്നഹു ലാ യദുറുഹു ശൈഉൻ ബിഇദ്നില്ലാഹ്. ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ അനുമതിയോടെ ഒന്നും തന്നെ അവനെ ഉപദ്രവിക്കുകയില്ല, അള്ളാഹ് തീരുമാനിച്ചതനുസരിച്ച്. ഈ ആയത്തിൽ നജ്വ രഹസ്യ സംഭാഷണത്തെ കുറിച്ച് പറഞ്ഞു. ഇബ്നു കസീർ പറയുന്നു, വഖദ് വറദത്തി സുന്നതു ബിന്നഹി അനി തനാജി ഹൈസു യകൂനു ഫീ ദാലിക തഅദ്ദിൻ അല മുഅ്മിൻ. ഒരു മുഅ്മിനിന് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ രഹസ്യ സംഭാഷണം പാടില്ല എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നിരിക്കുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിലേ കേൾക്കുന്ന ഹദീസല്ലേ, മൂന്നാൾ നിൽക്കുമ്പോൾ രണ്ടാൾ എന്ത് പറയരുത്? സ്വകാര്യം പറയരുത്. കമാ ഖാല ഇമാം അഹ്മദ്, ഇമാം അഹ്മദിന്റെ മുസ്നദിലുള്ളതുപോലെ വേറെയും ഹദീസുകളിൽ വന്നിട്ടുണ്ട്, പ്രസിദ്ധമായ നിലക്ക് വന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെ ഒക്കെ റിവായത്തിൽ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇങ്ങനെ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ കുൻതും സലാസ, നിങ്ങൾ 3 പേര് ആയിരുന്നാൽ, ഫലാ യതനാജസ്നാനി ദൂന സാഹിബിഹിമാ, അവർ 2 ആൾ മാത്രം ഒരാളെ മാറ്റി നിർത്തിയിട്ട് സ്വകാര്യം പറയാം, അത് പാടില്ല. ഫഇന്ന ദാലിക യുഹ്സിനു, കാരണം എന്താ? അത് ഇയാളെ ദുഃഖിപ്പിക്കും, ഇയാൾക്ക് ദുഃഖമുണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. വേറെ ചില റിവായത്തുകൾ കാണാൻ, നിങ്ങൾ ജനങ്ങളുമായി കൂടിക്കലരുന്നത് വരെ. പിന്നെ അവർ നടന്നു കുറേ ആളുകളായി, അപ്പോൾ 2 ആൾ ഒരു സ്വകാര്യം പറയാന്നുള്ളത് ആർക്കും പ്രയാസം ഉണ്ടാവില്ല. പ്രയാസം ഉണ്ടാക്കരുത് എന്നതാണ് കാര്യം. അയാൾക്ക് ദുഃഖമുണ്ടാക്കരുത്, അതാണ് സബബ്, അത് ഇല്ലത്ത്, അതാണ് കാരണം. അയാൾക്ക് പ്രയാസം ഉണ്ടാകരുത് എന്നാണ്, അല്ലാതെ വെറുതെ ഒന്നും പറയരുത് എന്നല്ല. അയാൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ പറയാൻ പാടില്ല. ഇത് നന്നായി പാലിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ. ഇബ്നു ഉമറിന്റെ ഹദീസിൽ ഇങ്ങനെ കാണാം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ കുൻതും സലാസ ഫലാ യതനാജസ്നാനി ദൂന സാലിസ്, നിങ്ങൾ 3 ആൾ ഉണ്ടായിരുന്നാൽ 3-ാമൻ ഒഴിവാക്കി 2 ആൾ മാത്രം സ്വകാര്യം പറയരുത്. ഇല്ലാ ബിഇദ്നിഹി, 3-ാമന്റെ അനുമതിയോടെ അല്ലാതെ. മുസന്നഫ് അബ്ദുർ റസാഖിൽ അങ്ങനെ വന്നിരിക്കുന്നു. 3-ാമന്റെ അനുമതി വേണം. അനുമതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചോദിച്ചേം വക അയാൾ അനുവദിച്ചേക്കും, ആ രൂപത്തിലല്ല. അയാൾക്ക് പ്രയാസം ഉണ്ടാക്കരുത് എന്നത് പരിഗണിക്കണം. ഫഇന്ന ദാലിക യുഹ്സിനു, കാരണം അല്ലെങ്കിൽ അയാൾക്ക് പ്രയാസമുണ്ടാക്കും. നോക്കൊരു റിവായത്ത് കാണാം, ഇത് ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടില്ല, പക്ഷേ ഇമാം മാലിക്കിന്റെ മുവത്തയിൽ വന്നിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ദീനാർ എന്ന താബിഈ അദ്ദേഹം പറയുന്നു, ഖാല കുൻതു അന വഅബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇൻദ ദാരി ഖാലിദ് ഇബ്നു ഉഖ്ബ ഫി സൂഖ്.
അബ്ദുല്ലാഹിബ്നു ദീനാർ എന്ന താബിഈ പറയുന്നു, ഞാനും അബ്ദുല്ലാഹിബ്നു ഉമറും, അബ്ദുല്ലാഹിബ്നു ഉമർ ആരാ? സഹാബി, അബ്ദുല്ലാഹിബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, ഞങ്ങൾ രണ്ടുപേരും സൂഖിലായിരുന്നു, അങ്ങാടിയിലായിരുന്നു, ഒരു ഉമർ ഖാലിദ് ഇബ്നു ഉഖ്ബ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൻ്റെ അരികിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോൾ ഫജാഅ റജുലുൻ യുരീദു അൻ യുനാജിയ, ഒരാൾ വന്നു. ഒരാൾ എന്തിനാ വന്നത്? ഇബ്നു ഉമറിനോട് എന്തോ സ്വകാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഒരാൾ അബ്ദുല്ലാഹിബ്നു ഉമർ സഹാബിയോട് സ്വകാര്യമായി ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നു. വലൈസ മഅ അബ്ദുല്ലാഹിബ്നു ഉമർ അഹദുൻ ഗൈരി, ഈ അബ്ദുല്ലാഹിബ്നു ദീനാർ പറയുന്നു, ഇബ്നു ഉമറിന്റെ കൂടെ ഞാനല്ലാതെ വേറൊരാളില്ല, നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഒരാൾ വന്ന് ഇബ്നു ഉമറിനോട് സ്വകാര്യം പറയാൻ ഉദ്ദേശിച്ചത്. ഞാനും പിന്നെ ഈ സ്വകാര്യം പറയാൻ വന്ന ആളും മാത്രമേ ഇബ്നു ഉമറിന്റെ കൂടെ ഇപ്പോൾ ഉള്ളൂ. അപ്പൊ ഇബ്നു ഉമർ എന്ത് ചെയ്തു നോക്കണം. ഫദഅ അബ്ദുല്ലാഹിബ്നു ഉമർ റജുലൻ ആഖർ, ഇബ്നു ഉമർ എന്ത് ചെയ്തു? വേറൊരാളെ വിളിച്ചു, നാലാമത്തെ ഒരാളെ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരാളെ വിളിച്ചു. എന്നിട്ട് ഹത്താ കുന്ന അർബഅ, നമ്മൾ നാലാളായല്ലോ. ഫഖാല ലി വലിർറജുലിൽ ലദീ ദഅ, എന്നിട്ട് എന്നോടും ഇപ്പൊ നാലാമത് വിളിച്ച ആളോടും പറഞ്ഞു, ഇസ്തഅഖിറ ഷൈഅൻ, നിങ്ങൾ കുറച്ചൊന്ന് അങ്ങോട്ട് നിൽക്കുമോ? ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ലാ യതനാജ ഇത്നാനി ദൂന വാഹിദ്, ഒരാൾ ഒഴിവാക്കിയിട്ട് രണ്ടുപേര് സ്വകാര്യം പറയാൻ പാടില്ല. നോക്കണം, അദ്ദേഹം എന്തോ ഒരു കാര്യം ഇബ്നു ഉമറിനോട് പറയാൻ വേണ്ടി വന്നതാണ്. ഒന്നിച്ചൊരാളുണ്ട്, ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞില്ല ചില ആൾ. ഇബ്നു ഉമർ പോയില്ല. ഇബ്നു ഉമർ വേറെ ആളെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ആക്കിയിട്ടാണ് പോയത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ വേറെ ഇതുപോലത്തെ ഒരുപാട് അദബുകൾ കാണാം. മനുഷ്യരുമായുള്ള ആദാബ് വളരെ ഭംഗിയായി പാലിച്ച മഹാനായ സഹാബിയാണ് ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു. ഇനി വരുന്നുണ്ട് ഇതുപോലത്തെ വേറെ ഹദീസുകൾ. ഇബ്നു ഉമർ വരുമ്പോൾ ഒരാൾ എണീറ്റ് കൊടുത്താൽ അവിടെ ഇരിക്കൂല ഇബ്നു ഉമർ. റസൂലുള്ളാഹി ഒരാളെ എണീപ്പിച്ചിട്ട് അവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വയം ഇഷ്ടപ്രകാരം ഒരാൾ എണീറ്റ് കൊടുത്താലും ഇബ്നു ഉമർ ഇരിക്കാറുണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ ഒരാൾ എണീപ്പിച്ചിട്ട് ഇരിക്കുകയില്ല എന്നാൽ അത്രയും അതിൽ സൂക്ഷ്മത ഇബ്നു ഉമർ പാലിച്ചു. ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, ഒരാൾ ഇഷ്ടത്തോടെ മാറി തന്നാൽ നിർബന്ധിക്കപ്പെട്ടല്ലെങ്കിൽ അത് പ്രശ്നമില്ല. പക്ഷേ സൂക്ഷിച്ചിരുന്നു ഇബ്നു ഉമർ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ ഒരാളോട്, കൂടെ ഉണ്ടായിരുന്ന ആളോട് പറയും, നമുക്കൊന്ന് ചന്തയിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇബ്നു ഉമറിൻ്റെ കൂടെ ഇദ്ദേഹം പോയി. ഇബ്നു ഉമർ ഇങ്ങനെ മാർക്കറ്റിലൊക്കെ ഒന്നിങ്ങനെ പോയി തിരിച്ചു വന്നു. പിന്നെ അദ്ദേഹം വീണ്ടും ഇബ്നു ഉമർ പിന്നെ ഒരു സന്ദർഭത്തിൽ ചോദിച്ചു, നമുക്കൊന്ന് പുറത്തു വരാം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ പോയി, ഒന്നും വാങ്ങുന്നൊന്നുമില്ല, ഇങ്ങനെ പോയി വരുന്നല്ലോ. അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, എന്തിനാണ് നമ്മൾ പോകുന്നത്? മിൻ അജ്ലി സലാം, മിൻ അജ്ലി സലാം, കുറേ ആളുകളോട് സലാം പറയാലോ, അതിനു വേണ്ടിയാണ്. ഇബ്നു ഉമർ തൻ്റെ കയ്യിൽ നല്ല തയ്യിബ് പുരട്ടു, നല്ല സുഗന്ധം പുരട്ടു. ഇതിനു വേണ്ടിയാ? കൈ കൊടുക്കുന്ന സഹോദരന് അത് കിട്ടാൻ, തന്നെ കൈ മുസാഫഹത്ത് കൊടുക്കുന്ന സഹോദരനത് ലഭിക്കാൻ. ഇങ്ങനെയുള്ള മഹാനായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നോക്കൂ, അടുത്ത ആയത്ത് അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു. ഇത് നോക്കൂ, വളരെ മഹത്തായ മര്യാദ പഠിപ്പിക്കുന്ന, മജ്ലിസിന് മര്യാദ പഠിപ്പിക്കുന്ന ആയത്താണ് ഇനി വരുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ എത്ര ഉന്നതമായ മര്യാദകളാണ് നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ കലാം, ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു, അവൻ്റെ പടപ്പുകളിൽ എത്ര നിസാരനാണ് നമ്മൾ. എത്രയോ വിശാലമായ ആകാശം, അതിലെ ഒരു പുഴുവിൻ്റെ വലിപ്പം പോലും ഉണ്ടെന്ന് പറയാൻ കഴിയാത്ത ഭൂമി. ആകാശത്ത് തട്ടിച്ചു നോക്കിയ ഭൂമി ഒരു പുഴുവിൻ്റെ അത്ര പോലും വരികയില്ല. അവിടെയുള്ള നിസാരരായ നമ്മൾ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അവൻ ഉദ്ദേശിച്ചാൽ നമ്മളെ മുഴുവൻ നശിപ്പിക്കാൻ അവന് ഒരു പ്രയാസമില്ല. അങ്ങനെയുള്ള നമ്മൾ തമ്മിലുള്ള ഈ മര്യാദകൾ അത് അള്ളാഹു അവൻ്റെ കലാമിലൂടെ പഠിപ്പിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. മജ്ലിസിലെ മര്യാദകൾ പോലും അങ്ങനെയുള്ള ഒരായത്താണിത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ, തഫസ്സഹു ഫിൽ മജാലിസ്, എന്ത് പറയപ്പെട്ടാൽ? തഫസ്സഹു, ഒന്ന് സ്ഥലം തന്ന് വിശാലമാക്കിയിരുന്നാലും, മറ്റുള്ളവർക്കും കൂടി ഇരിക്കാൻ സൗകര്യത്തിൽ ഒന്ന് ഒതുങ്ങിയിരുന്നാലും എന്ന് പറയപ്പെട്ടാൽ, ഫഫ്സഹു, നിങ്ങൾ വിശാലമാക്കി കൊടുക്കുക. യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിശാലമാക്കി തരും, അള്ളാഹു നിങ്ങൾക്ക് വിശാലത ഉണ്ടാക്കി തരും. വൈദാ ഖീല അൻശുസു,
നിങ്ങൾ സൗകര്യം കൊടുക്കുക, അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം തരും. വൈദാ ഖീല അൻഷുസു ഫൻഷുസു യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അതുപോലെ നിങ്ങളോട് ഉൻഷുസു എന്ന് പറയപ്പെട്ടാൽ, നിങ്ങൾ പുറപ്പെടൂ എന്ന് പറയപ്പെട്ടാൽ, പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ഏത് ഖൈറിന് വിളിക്കപ്പെട്ടാലും അതിന് ഉൻഷുസു എന്ന് പറയാം, പല നിലക്കുള്ള ഖൈറുകൾ. അതിനുവേണ്ടി നിങ്ങൾ എഴുന്നേൽക്കു വരൂ എന്ന് പറയപ്പെട്ടാൽ ഫൻഷുസു, നിങ്ങൾ പുറപ്പെടുക. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. യർഫഇല്ലാ, അല്ലാഹു ഉയർത്തുന്നതാണ്, അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് മുഅ്മിനുകളെ, വല്ലദീന ഊതുൽ ഇൽമ, അതുപോലെ ഇൽമ നൽകപ്പെട്ടവരെയും അറിവ് നൽകപ്പെട്ടവരെയും അല്ലാഹു ഉയർത്തും. ദറജാത്ത്, പലവിധ പടവുകൾ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഇമാം ഇബ്നു കസീർ പറയുന്നു, യഖൂലു തആല മുഅദ്ദിബൻ ഇബാദഹുൽ മുഅ്മിനീൻ വആമിറൻ ലഹും അൻ യുഹ്സിന ബഅദുഹും ഇലാ ബഅദിൻ ഫിൽ മജാലിസ്. അല്ലാഹു മുഅ്മിനുകളെ അദബ് പഠിപ്പിച്ചുകൊണ്ട് പറയുന്നു, മജ്ലിസിൽ ജനങ്ങൾ ഇരിക്കുന്ന സദസ്സുകളിൽ ചിലർക്ക്, ഒരു കൂട്ടർ മറ്റു കൂട്ടർക്ക്, ആളുകൾ പരസ്പരം നന്മ ചെയ്യണമെന്ന് കൽപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ, തഫസ്സഹു ഫിൽ മജാലിസ്, നിങ്ങളൊന്ന് മജ്ലിസുകളിൽ ഒതുങ്ങിയിരിക്കൂ, ഒന്ന് സൗകര്യം കൊടുക്കൂ മറ്റുള്ളവർക്ക് എന്ന് പറയപ്പെട്ടാൽ, ഫഫ്സഹു, നിങ്ങൾ സൗകര്യം കൊടുക്കുക, വിശാലമാക്കി കൊടുക്കുക. യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിശാലമാക്കി തരും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് പ്രതിഫലം. അതേപോലെ ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. വദാലിക, ഇബ്നു കസീർ പറയുന്നു, വദാലിക, അതായത് അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ, അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ, പ്രതിഫലം ചെയ്ത പണിക്കനുസരിച്ചായിരിക്കും. കമാ ജാഅ ഫിൽ ഹദീസ് സഹീഹ്, സഹീഹായ ഹദീസുകളിൽ പലതിലും ഇതുപോലെ വന്നിട്ടുണ്ട്. ഏതുപോലെ? മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ അള്ളാഹു സ്വർഗത്തിൽ അവനൊരു വീട് പണിതു കൊടുക്കും. അയാൾ പണിഞ്ഞു, അള്ളാഹു അയാൾക്ക് വേണ്ടി പണിഞ്ഞു കൊടുക്കും. വഫിൽ ഹദീസിൽ ആഖർ, അതുപോലെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ഒരു പ്രയാസപ്പെടുന്നവന് ആരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു ഇവന് ദുനിയാവിലും ആഖിറത്തിലും എളുപ്പമാക്കി കൊടുക്കും. ഇയാൾ തൈസീർ ചെയ്തു, അള്ളാഹു ഇയാൾക്കും തൈസീർ ചെയ്യും. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫി ഔനി അഖീഹ്. ഒരുവൻ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം, സഹായിക്കാനുണ്ടാകുന്നിടത്തോളം അള്ളാഹു അവനെ സഹായിക്കാനുണ്ടാകും. നമ്മളൊന്നും തിരിച്ച് പ്രതീക്ഷിക്കണ്ട. തിരിച്ച് ചിലപ്പോൾ കുത്തുവാക്കും, നന്ദികളൊക്കെ കിട്ടിയേക്കാം. ഇഖ്ലാസോടെയാണ് ചെയ്തത്, റബ്ബിങ്കൽ വെറുതെ ആവുകയില്ല. അള്ളാഹു നമ്മളെ സഹായിക്കും. ജനങ്ങൾ സഹായിച്ച് ശീലിച്ച മനുഷ്യരെ നോക്കിക്കോളൂ, അവരുടെ കാര്യം പ്രയാസത്തിലാവുകയില്ല ഇൻഷാ അല്ലാഹ്. അവരുടെ കാര്യങ്ങൾ പലതും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്, അതൊരു സംശയമില്ല. അള്ളാഹു ഉണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. അമലുകൾ അള്ളാഹു വെറുതെ ആക്കി കളയുകയില്ല. വലിഹാദ അഷ്ബാഹുൻ കസീറ, ഇങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. അതായത് ഒരു പ്രവർത്തനത്തിന് അതുപോലത്തെ പ്രതിഫലം എന്ന് ഒരുപാട് ഹദീസുകളിൽ ഇതുപോലത്തത് വന്നിട്ടുണ്ട്. വലിഹാദ ഖാല, ഏതുപോലെ ഇപ്പോൾ കടക്കാരന് വിട്ടുകൊടുക്കുന്ന ഒരാളെ സംഭവം വന്നിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. അയാളുടെ പൈസ വാങ്ങാൻ വേണ്ടി ആളുകളെ അയക്കുമ്പോൾ പറയും, പ്രയാസപ്പെടുന്ന ആരെങ്കിലും കണ്ടാൽ വിട്ടുകൊടുത്തേക്കുക, സമയം നീട്ടി കൊടുക്കുക. അള്ളാഹു പരലോകത്ത് പറയും, ഞാനാണ് അതിനേറ്റവും യോജിച്ചവൻ, വിട്ടുകൊടുക്കാൻ. അള്ളാഹു ഇയാൾക്ക് വിട്ടുകൊടുക്കും. ഇതുപോലത്തെ ഒരുപാട് ഹദീസുകൾ കാണാം ഇതുപോലെ. വലഹാദാ ഖാല തആല, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും, നിങ്ങൾ വിശാലമാക്കുക, അള്ളാഹു നിങ്ങൾക്ക് വിശാലമാക്കി തരുന്നതാണ്. എന്നിട്ട് ഇബ്നു കസീർ ഒരുപാട് ഈ വിഷയത്തിലുള്ള ഹദീസുകൾ ഉദ്ധരിച്ചു. അതിൽപ്പെട്ടതാണ് അൻ ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റിവായത്ത് ചെയ്തു, സഹീഹൈനിലുള്ളതാണ്, ബുഖാരിയിൽ മുസ്ലിമിലുള്ളതാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു, ലാ യുഖീമു റജുലു റജുല മിൻ മജ്ലിസിഹി ഫയജ്ലിസ ഫീഹി, ഒരാൾ വേറൊരാളെ എണീപ്പിച്ച് അവിടെ ഇരിക്കാൻ പാടില്ല. വേറൊരാൾ എണീപ്പിച്ച് അവിടെ ഇരിക്കാൻ പാടില്ല. കുട്ടികളെ പോലെ എണീപ്പിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? കുട്ടികൾ സഫിന്റെ പിന്നിലാണ് നിൽക്കേണ്ടത്, വലിയ ആളുടെ സഫിൽ. പക്ഷെ മുന്നിൽ നിന്നൊരു കുട്ടിയെ പിന്നിലേക്ക് മാറ് എന്ന് പറഞ്ഞ് നിർത്തിക്കാൻ പാടില്ല. നിന്ന കുട്ടി എന്താക്കരുത്, പിന്നെ കടക്ക് എന്ന് പറഞ്ഞ്
നീക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അത് ആ കുട്ടിയുടെ ഹക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ അതായിരിക്കുന്നു മജ്ലിസിൽ ചുറ്റു സഹാബിമാരുണ്ട്. വലതുഭാഗത്തിരിക്കുന്നത് ചെറിയൊരു കുട്ടിയാണ്, ചെറിയൊരു കുട്ടിയായ സഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഒരു പാത്രത്തിൽ കുടിക്കാനുണ്ട്, അവിടുന്ന് കുടിച്ചപ്പോൾ വലതുഭാഗത്തുള്ളത് ആരാ? ചെറിയ കുട്ടിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇപ്പുറത്ത് വലിയ വലിയ ആളുകളുണ്ട്, വലിയ വലിയ സഹാബിമാർ ഇപ്പുറത്തെ ഭാഗത്തുണ്ട്, ഈ കുട്ടിയുടെ അവകാശമാണ്, വലതുഭാഗത്തുള്ള ആളുടെ അവകാശമാണ് എന്ത്? ആദ്യം വലതുഭാഗത്തുള്ള ആൾക്കാണ് കൊടുക്കേണ്ടത്. റസൂലുള്ള ചോദിച്ചു, ഞാൻ വലിയ ആളുകൾക്ക് കൊടുത്തോട്ടെ? അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ അവകാശം വിട്ടുതരില്ല എന്ന് കുട്ടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടി കൊടുത്തു. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ അടുത്ത് ആദ്യം വാങ്ങി കുടിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് നേരത്തെ വന്നിട്ടിരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്ക് തന്നെ കൊടുക്കേണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലാഹു അലം. ഇബ്നു ഉമർ ഇബ്നു അബ്ബാസ് ആണെന്നാണ് ഓർമ്മ. നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുട്ടികളെ അവരെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ എന്താക്കരുത്, അവർക്കിവിടെ സ്ഥാനമില്ല. മജ്‌ലിസിൽ നിൽക്കേണ്ട കുട്ടികൾ പിന്നിലാണ്, മുതിർന്നവർക്ക് പിന്നിൽ ആണ് കുട്ടികൾ നിസ്കാരത്തിലൊക്കെ സഫിൽ നിൽക്കേണ്ടത്. പക്ഷെ നേരത്തെ വന്നിട്ട് നിന്ന കുട്ടിയെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ പിന്നിലേക്കാക്കാൻ പാടില്ല. ജനങ്ങളുടെ ഖൽബ് അത് മുറിക്കുന്ന രൂപത്തിൽ ചെയ്യരുത്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ ഖൽബ് മുറിക്കുന്ന രൂപത്തിൽ ഒന്നും ചെയ്യാറില്ല. എത്രത്തോളം അവിടുന്ന് നോമ്പുകാരനായിട്ട് വല്ലവരും കൊടുത്താൽ സ്വീകരിക്കുന്നില്ലേ പറയും, നോമ്പെടുത്തിട്ടാണ് കേട്ടോ എന്ന് പ്രത്യേകം പറയും. അവിടുന്ന് ഇഹ്റാമിലായിരിക്കെ കഴിക്കാൻ വേട്ടയാടിയത് ഒരാൾ കൊണ്ടുപോയി കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചില്ല. അദ്ദേഹത്തിന് മുഖം മാറുന്നു എന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഞാനിത് ഇഹ്റാമിലായതുകൊണ്ടാണ് വാങ്ങാത്തത് കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു വസ്ത്രം അബൂജഹം എന്ന് പറഞ്ഞ സഹാബി കൊടുത്തയച്ചു. അപ്പോൾ ആ വസ്ത്രത്തിൽ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്ന രൂപത്തിൽ വരയും കുറിയൊക്കെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹമിന് ഇത് തിരിച്ചു കൊടുത്തയച്ചിട്ട് വേറെ വാങ്ങി. എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തില്ല. നിങ്ങൾ ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അത് വേറെ തന്നോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തിനു വേണ്ടിയാണ്? ഖൽബ് വേദനിക്കാതിരിക്കാൻ. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി പരിഗണിച്ചിരുന്നു. അത് നമ്മൾ പരിഗണിക്കണം. ഒരു ജാതി ജഫാ നമ്മൾ ജനങ്ങളോട് കാണിക്കരുത്. ജഫാ എന്താ? ഒരു വരണ്ട സ്വഭാവം, ഒരു മുരട്ട രൂപത്തിൽ ജനങ്ങളോട് പെരുമാറരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ സ്വഭാവത്തിലും എല്ലാത്തിലും പിൻപറ്റാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മെ ഒരുമിപ്പിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ എണീപ്പിച്ച് അവിടെ ഇരിക്കരുത്. വലാകിൻ തഫസ്സഹു വതവസ്സഉ, മറിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ വിശാലമാക്കുക, ഒതുങ്ങിക്കൊടുക്കുക, വിശാലത നൽകുക. എണീപ്പിച്ചിരുത്താൻ പാടില്ല. ഒരാളെ എണീപ്പിച്ച് നമ്മളവിടെ ഇരിക്കാൻ പാടില്ല. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു, ഹദീസുകൾ ഉദ്ധരിച്ച ശേഷം, വഖദ് ഇഖ്തലഫൽ ഫുഖഹാക്കൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫി ജവാസിൽ ഖിയാമി ലിൽ വാരിദി ഇദാ ജാ, ഒരാൾ വരുമ്പോൾ അയാൾക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുക. അത് ഇതുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ്. ഒരാൾ വരുന്നു, അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നു. കുട്ടികൾ അധ്യാപകർ വരുമ്പോൾ എഴുന്നേറ്റിരിക്കും, ചില മുതിർന്നവർ വരുമ്പോൾ ചിലപ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. പോലെയുള്ള കാര്യങ്ങളുടെ വിധി എന്താ? പണ്ഡിതന്മാർ അതിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഇബ്നു കസീർ ഫമിൻഹും മൻ റഖസ ഫീ ദാലിക്, ചില പണ്ഡിതന്മാർ അതിൽ ഇളവ് നൽകിയിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. യഹ്തജു ബി ഹദീസ്, അവർ ഈ ഹദീസ് കൊണ്ടാണ് തെളിവ് പിടിച്ചത്. ഏതാണ്? ഖൂമു ഇലാ സയ്യിദിക്കും, സഅദ് ഇബ്നു മുആദ് എന്ന ഔസ് ഗോത്രത്തിന്റെ നേതാവായ മഹാനായ സഹാബി വരുമ്പോൾ, സഅദ് ഇബ്നു മുആദ് വഫാത്തായപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി എന്ന് പറഞ്ഞത്. അത്രയും മഹാനായ സഹാബിയാണ് സഅദ് ഇബ്നു മുആദ്. ഔസ് ഗോത്രത്തിന്റെ തലവനായിരുന്നു സഅദ്. അദ്ദേഹത്തിന് ഖന്തഖ് യുദ്ധത്തിൽ പരിക്കേറ്റ് അപ്പോൾ മരണപ്പെട്ടില്ല. പിന്നീട് ചോര വാർന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുകയുണ്ടായി. വളരെ മഹാനായ സഹാബിയാണ്. അദ്ദേഹം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖൂമു ഇലാ സയ്യിദിക്കും, ഇതാ നിങ്ങളുടെ നേതാവ് വരുന്നു, അദ്ദേഹത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ ഹദീസ് ആണ് അനുവദിച്ചവർ തെളിവ് പിടിച്ചത്. അത് സഹിഹായ ഹദീസാണ്, ബുഖാരിയിലും മുസ്ലിമിലുള്ളതാണ്. വമിൻഹും മൻ മനഅ മിൻ ദാലിക മുഹ്തജ്ജൻ ബിഹദീസ്, എന്നാൽ അത് പാടില്ലെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എഴുന്നേറ്റിക്കാനേ പാടില്ല, ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാന്നുള്ള പരിപാടിയെ പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്.
അവർക്കുള്ള തെളിവ് മുആവിയ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിച്ചൊരു ഹദീസ് ഉണ്ട്. എന്താണത്? മൻ അഹബ്ബ, ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, അൻ യതമസ്സല ലഹു റിജാലു ഖിയാമ, താൻ വരുമ്പോൾ മറ്റുള്ളവർ എഴുന്നേറ്റ് നിന്ന് തന്നെ ബഹുമാനിക്കണം എന്നാരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, ശ്രദ്ധിക്കണം, ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, അവനവന്റെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ. അബൂദാവൂദ് ഉദ്ധരിച്ച ഇമാം അൽബാനി സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തിയ ഹദീസാണ് മുആവിയ റളിയല്ലാഹു അൻഹു ഹദീസ്. മൻ അഹബ്ബ അൻ യതമസ്സല ലഹു റിജാലു ഖിയാമൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, ആരെങ്കിലും താൻ വരുമ്പോൾ മറ്റുള്ളവർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാൻ ഇഷ്ടപ്പെട്ടാൽ അവൻ നരകത്തിൽ ഇരിപ്പിടം ഒരുക്കി വെച്ചു കൊള്ളട്ടെ. ഈ ഹദീസ് കൊണ്ട് പാടില്ലെന്ന് പറഞ്ഞവരുമുണ്ട്. വമിൻഹും, പണ്ഡിതന്മാരിലുണ്ട്, മൻ ഫസ്സല, തഫ്സീലായി പറഞ്ഞ, വിശദീകരിച്ചു പറഞ്ഞവരുണ്ട്. രണ്ട് സന്ദർഭമാണ്. ചില സന്ദർഭത്തിൽ പാടുണ്ട്, ചില സന്ദർഭത്തിൽ പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്. അവർ പറഞ്ഞു യജൂസു ഇൻദൽ ഖുദൂമി മിൻ സഫരിൻ, ഒരാൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യാം, ആളെ സന്തോഷത്തോടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കാം. വലിൽ ഹാക്കിമി ഫി മഹല്ലി വിലായത്തിഹി, അതുപോലെ ഒരു ഭരണാധികാരിയെ എന്ത് ചെയ്യാം, അയാളുടെ അധികാര സ്ഥലത്ത് വേണമെങ്കിൽ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കാം. പറഞ്ഞത് അയാൾ എഴുന്നേറ്റിട്ടായിരിക്കണം ആ സമയത്ത്. അയാൾ ഇരിക്കുക, ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റിക്കുക, അത് ഒരിക്കലും പാടില്ല. അങ്ങനെ ആ സമയത്ത് ചെയ്യാം. കമാ ദല്ല അലൈഹി ഖിസ്സത്തു സഅദ് ഇബ്നു മുആദ്, അതിന് തെളിവാണ് ഇത് സഅദ് ഇബ്നു മുആദിന്റെ സംഭവം. സഅദ് ഇബ്നു മുആദ് വരുമ്പോൾ എഴുന്നേറ്റിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് സ്വീകരിക്കാൻ പറഞ്ഞു. فإنه لما استقدمه النبي حاكما في بني قريظة فرآه مقبلا قال للمسلمين قوموا إلى سيدكم. ബനൂ ഖുറൈള എന്ന യഹൂദ ഗോത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരാജയപ്പെടുത്തിയപ്പോൾ അവർ എന്ത് ചെയ്യണം, ഇനി അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് തീരുമാനിക്കാൻ റസൂലുള്ളാഹി ഏൽപ്പിച്ചത് സഅദ് ഇബ്നു മുആദിനെയാണ്. അപ്പോൾ ആ സമയത്ത് സഅദ് വരുമ്പോൾ റസൂലുള്ളാഹി ഇതാ നിങ്ങളുടെ നേതാവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞു. വമാ ദാലിക ഇല്ലാ ലിയകൂന അൻഫദ ലിഹുക്മിഹി വല്ലാഹു അലം, സഅദിന്റെ ആ വിധിക്ക് റസൂലുള്ളാഹി അത്രയും വില നൽകിയിരിക്കുന്നു, ആ വിധി നടപ്പിലാക്കേണ്ടതാണ് എന്ന നിലക്കാണ് സഅദിന് മുന്നിൽ എഴുന്നേറ്റിക്കാൻ പറഞ്ഞത്. فأما اتخاذه ديدنا فإنه من شعار العجم, ഇബ്നു കസീർ പറയുന്നു, എന്നാൽ അതൊരു ശീലമാക്കി എടുക്കുക എന്നുള്ളത് അത് അജമുകളുടെ രീതിയാണ്, അനറബികളുടെ രീതിയാണ്. അതായത് ഇസ്ലാമിൽ വളരെ നല്ല മര്യാദകളായി കണക്കിലാക്കുന്ന ആരെ മര്യാദകളാണ്? അറബികളുടെ മര്യാദകളാണ്. അറബികളുടെ മര്യാദകൾ പൊതുവെ അറബികൾ പണ്ട് മുതലേ സ്വീകരിച്ചു വരുന്ന പല മര്യാദകളും ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ന് നല്ല ഒരുപാട് മര്യാദകൾ അവർക്ക് കാണാൻ സാധിക്കും. അവരുടെ കേട് മാത്രം നോക്കി നടക്കുന്ന ചില ആളുകളുണ്ടാവും. കിട്ടുന്നൊക്കെ വാങ്ങി പോക്കറ്റിലിട്ട് ഇങ്ങ് വന്ന് അറബികളെ ചീത്ത വിളിക്കുന്ന ആളുകൾ. അങ്ങനത്തെ ജാതി നന്ദികേട് അല്ലാത്ത നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് അവരിൽ ഒരുപാട് ഖൈർ കാണാം. ഷറിൻ്റെ ആളുകളുണ്ടാവും, അതെല്ലാവരിലും ഉണ്ടല്ലോ. ഷറിൻ്റെ ആളുകളുണ്ടാവും, അതെല്ലാവരിലും ഉണ്ടല്ലോ. എന്നാൽ നല്ല ആളുകൾ, നല്ല മര്യാദകൾ അവരിൽ പലർക്കും അനുഭവമുള്ളതാണ്. وقد جاء في السنن أنه لم يكن شخص أحب إليه من رسول الله صلى الله عليه وسلم. ശ്രദ്ധിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ സഹാബികൾക്ക് പ്രിയപ്പെട്ട ആരാ ഉള്ളത്? പക്ഷേ വകാന ഇദാ ജാഅ ലാ യഖൂമുന ലഹു, റസൂൽ വരുമ്പോൾ സഹാബികൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല? എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നില്ല. ലിമാ യഅലമൂന മിൻ കറാഹത്തിഹി ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വെറുപ്പായിരുന്നുവെന്ന് സഹാബത്തിന് അറിയാമായിരുന്നതുകൊണ്ട്. ഈ വിഷയത്തിൽ നല്ല ഒരു വിശദീകരണം ഇബ്നു കസീറിന്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ആരാ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അത് ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അതായത് എന്താണ് ഈ ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിൻ്റെ യഥാർത്ഥ വിധി എന്താണ്? ശൈഖുൽ ഇസ്ലാം പറയുന്നു, ലം തകുൻ ആദത്തു സലഫി, മജ്മൂ' ഫതാവയിൽ നിന്നാണ് വായിക്കുന്നത്, ലം തകുൻ ആദത്തു സലഫി അലാ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖുലഫാഇഹി الراشدين അൻ യഅതാദു القيام كلما يرونه عليه الصلاة والسلام كما يفعله كثير من الناس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഖുലഫാഇർ റാഷിദുകളുടെ കാലത്തും സലഫുകൾക്ക് പതിവുണ്ടായിരുന്നില്ല, നമ്മുടെ മുൻഗാമികൾക്ക് പതിവുണ്ടായിരുന്നില്ല. എപ്പോൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ എപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ ഒരു പതിവില്ല, ഖുലഫാഇർ റാഷിദുകളുടെ കാലത്തും അങ്ങനെ വരുമ്പോൾ എപ്പോഴും എഴുന്നേറ്റ് നിൽക്കുക എന്നൊരു പതിവില്ല. കമാ യഫഅലുഹു കസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ പലരും ഇന്ന് ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു പതിവ് സലഫുകൾക്ക്, നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിട്ടില്ല. ബൽ ഖദ് ഖാല അനസ് ഇബ്നു മാലിക്, മാത്രമല്ല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇമാം തിർമിദിയൊക്കെ ഉദ്ധരിച്ച സഹിഹായ റിവായത്താണ്. അനസ് പറഞ്ഞു, ലം യകുൻ ഷഖ്സുൻ അഹബ്ബ ഇലൈഹി മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ പോലെ
സഹാബികൾക്ക് പ്രിയപ്പെട്ട വേറെ ആരുമില്ല. വകാനു ഇദാ റഅൂഹു ലം യഖൂമു ലഹു, നബിയെ കണ്ടാൽ സഹാബികൾ എഴുന്നേറ്റ് നിൽക്കാറില്ല. ലിമാ യഅലമൂന മിൻ കറാഹത്തിഹി ദാലിക, കാരണം സഹാബത്തിന് അറിയാം നബിക്ക് അത് ഇഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വെറുപ്പായിരുന്നു. എന്തൊരു വിനയാണെന്ന് നോക്ക്. സയ്യിദു വലദി ആദം അലൈഹി സ്വലാത്തു വസ്സലാം, മുഴുവൻ മനുഷ്യരുടെയും നേതാവാണ്. ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്ന ഉലുൽ അസ്മുകളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉമ്മയും ഇതുപോലൊരു മകനെ പ്രസവിച്ചിട്ടില്ല. നബിയെ പോലൊരു നേതാവില്ല. റസൂലുള്ളാഹിന്റെ വിനയം നോക്കൂ. നബിക്കത് വെറുപ്പായിരുന്നു നബി വരുമ്പോൾ ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക എന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നറിയാവുന്നതുകൊണ്ട് റസൂലുള്ള വരുമ്പോൾ സഹാബത്ത് എഴുന്നേറ്റ് നിൽക്കാറില്ല. നബിയാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നായിരിക്കെ. വലാകിൻ, ശ്രദ്ധിക്കുക, വലാകിൻ റുബ്ബമാ ഖാമൂ ലിൽ ഖാദിമി മിൻ മഗീബിഹി തലഖിയൻ ലഹു, എന്നാൽ സഹാബത്ത് ചിലപ്പോൾ അല്ല പലപ്പോഴും ഒരാൾ യാത്ര കഴിഞ്ഞു വരുമ്പോൾ അയാളെ സ്വീകരിക്കാൻ എണീറ്റ് നിന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഫാത്തിമ വരുമ്പോൾ മകൾ ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് മർഹബൻ ബിബ്നതി എന്ന് പറഞ്ഞു പോയി സ്വീകരിച്ച് കൈപിടിച്ച് കൂട്ടി വന്ന് റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ഇരുത്തുമായിരുന്നു. ഇതേപോലെ ഫാത്തിമയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നാൽ എഴുന്നേറ്റ് വന്ന് സ്വീകരിച്ച് കൊണ്ടുവന്ന് ഇരുത്തുമായിരുന്നു. അപ്പോൾ വലാകിൻ റുബ്ബമാ ഖാമു ലിൽ ഖാദിമി മിൻ മഗീബിഹി തലഖിയ ലഹു, ഇബ്നു തൈമിയ്യ പറയുന്നു, ഒരാൾ യാത്ര കഴിഞ്ഞു വരുമ്പോൾ സഹാബത്ത് ചെയ്യാറുണ്ടായിരുന്നു. കമാ റവാ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാമ ലിഇക്രിമ, നബിയിൽ നിന്ന് വന്നിട്ടുണ്ട് അവിടുന്ന് ഇക്രിമ വരുമ്പോൾ എണീറ്റ് സ്വീകരിച്ചതായി. വഖാല ലിൽ അൻസാരി ലമ്മാ ഖദിമ സഅദ് ഇബ്നു മുആദ് ഖൂമു ഇലാ സയ്യിദിക്കും, നേരത്തെ പറഞ്ഞതുപോലെ സഅദ് ഇബ്നു മുആദിന് വേണ്ടി സഅദ് ഇബ്നു മുആദ് വന്നപ്പോൾ നിങ്ങളുടെ നേതാവിന് നേരെ എഴുന്നേറ്റ് നിൽക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കണം, വരുന്ന ആൾ എഴുന്നേറ്റിട്ടുള്ളത്, വരുന്ന ആൾ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്, അയാൾ ഇരിക്കുകയല്ല, അയാൾ നടന്നു വരികയാണ്. വകാന ഖദ് ഖദിമ ലിയഹ്കുമ ഫി ബനി ഖുറൈള ലിഅന്നഹും നസലു അലാ ഹുക്മിഹി, സഅദ് ഇബ്നു മുആദ് വരുമ്പോൾ നിൽക്കാൻ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ്? സഅദ് ബനു ഖുറൈള ഗോത്രത്തിന്റെ കാര്യത്തിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി വരികയാണ്. ബനു ഖുറൈളയാകട്ടെ സഅദിന്റെ വിധി ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് ഒതുങ്ങിയിട്ടുണ്ട്. വല്ലദി യംബഗി ലിന്നാസ്, എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയുന്നു, വല്ലദി യംബഗി ലിന്നാസ്, ജനങ്ങൾ ചെയ്യേണ്ട കാര്യം അയ്യഅതാദു ഇത്തിബാഅ സലഫ്, മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുകയാണ് വേണ്ടത്. അലാമാ കാനു അലൈഹി അലാ ഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കാലത്ത് അവരെങ്ങനെയായിരുന്നു അത് സ്വീകരിക്കുക. ഫഇന്നഹു ഖൈറുൽ ഖുറൂൻ, അവരാണ് ഉത്തമ തലമുറ. വഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും നല്ല വാക്ക് അള്ളാഹിന്റെ വാക്കാണ്. വഖൈറുൽ ഹദി ഹദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബിയുടെ ചര്യയാണ്. ഫലാ യഅദിലു അഹദുൻ അൻ ഹദി ഖൈറിൽ വറാ, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഉത്തമരായ നബിയുടെ ചര്യയിൽ നിന്ന് ആരും മാറിപ്പോകരുത്. വഹദി ഖൈറുൽ ഖുറൂനി ഇലാ മാ ഹുവ ദൂന, നല്ല തലമുറയുടെ ശീലം മാറ്റി നമ്മൾ അതിന് ശേഷം വന്നവരുടേത് സ്വീകരിക്കരുത്. ശ്രദ്ധിക്കുക. വയംബഗി ലിൽ മുതാഇ, നേതാവിന് അനിവാര്യമാണ്, ഒരു നേതാവായ ആൾ അയാൾ ചെയ്യേണ്ട കാര്യം എന്താ? അല്ല യുഖിറ ദാലിക മഅ അസ്ഹാബി, തൻ്റെ അനുയായികൾ തന്നെ കാണുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് അയാൾ എന്ത് ചെയ്യരുത്? അംഗീകരിക്കരുത്. അത് പാടില്ല എന്ന് പറയണം, തിരുത്തണം. ആര്? നേതാവ് തിരുത്തണം. ബിഹൈസു ഇദാ റഅഹു ലം യഖൂമു ലഹു ഇല്ലാ ഫിൽ ലിഖാഇൽ മുഅ്താദ്, യാത്ര കഴിഞ്ഞു വരിക പോലെയുള്ള സന്ദർഭത്തിലല്ലാതെ എപ്പോഴും എഴുന്നേറ്റ് നിൽക്കുക എന്നത് അയാൾ എന്ത് ചെയ്യരുത്? അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. വഅമ്മൽ ഖിയാമു ലിമൻ യഖ്ദുമു മിൻ സഫരിൻ, എന്നാൽ ഒരു യാത്ര കഴിഞ്ഞു വരുന്ന ഒരാൾ, വനഹ്വി ദാലിക്, അതുപോലെ യാത്രയോ അതുപോലുള്ളതോ കഴിഞ്ഞു വരുന്ന ഒരാളെ അയാൾക്ക് വേണ്ടി എണീറ്റ് നിൽക്കൽ, തലഖിയൻ ലഹു, അയാളെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ ഫഹസൻ, അത് നല്ലതാണ്. യാത്ര ചെയ്യുന്ന ഒരാൾ വരുമ്പോൾ അയാളെ നമ്മൾ കുറേ നാൾ കൂടിയിട്ട് കാണുകയാണ്, കുറേ കാലം കഴിഞ്ഞ് അയാൾ എവിടെ പോയി അല്ലെങ്കിൽ നമ്മളെവിടെ പോയി, അങ്ങനെ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ രീതിയായിരുന്നു. മുസാഫഹ ആണ് അവർ പൊതുവെ ചെയ്യുക, കൈ കൊടുക്കുക. എന്നാൽ കുറേ കാലം കഴിഞ്ഞ് കാണുക, യാത്ര കഴിഞ്ഞ് കാണുക പോലെയുള്ള സന്ദർഭങ്ങളിൽ അവർ മുആനഖത്ത് നടത്തുമായിരുന്നു, കെട്ടിപ്പിടിക്കുമായിരുന്നു. പുരുഷന്മാർ പരസ്പരം, സ്ത്രീകൾ അവർ തമ്മിൽ പരസ്പരം. എന്നാൽ ശൈഖുൽ ഇസ്ലാം പറയുന്നു, വഇദാ കാന മിൻ ആദത്തിൻ നാസി ഇക്റാമുൽ ജാഇ ബിൽ ഖിയാം, എന്നാൽ ജനങ്ങളുടെ പതിവായിട്ടുണ്ട് വരുന്ന ആളെ നിന്നുകൊണ്ട് സ്വീകരിക്കൽ. അത് ജനങ്ങളുടെ ഒരു പതിവാണെങ്കിൽ, ജനങ്ങളുടെ ഒരു പതിവാണ് വരുന്ന ആളെ നിന്നുകൊണ്ട് സ്വീകരിക്കലെങ്കിൽ, മാത്രമല്ല വലൗ തറക ലഅതുഖിദ അന്ന ദാലിക ലിതർക്കി ഹഖിഹി,
ഔ ഖസ്ദി ഖഫ്ലിഹി. മാത്രമല്ല എഴുന്നേറ്റ് നിൽക്കാതിരുന്നാൽ ഇയാൾ വിചാരിച്ചേക്കും എന്ത്, ഇയാളെ വില കൽപ്പിക്കാതെ എഴുന്നേക്കാത്തതാണ്, അല്ലെങ്കിൽ ഇയാളൊന്ന് ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ വരുമ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നത്, കണ്ടോ എൻ്റെ ഒരു അഹങ്കാരം. വലം യഅലമിൽ ആദത്തൽ മുവാഫിഖത്തിൽ സുന്ന, സുന്നത്തിനോട് യോജിച്ച ശീലം എന്താണെന്ന് ഇയാൾക്ക് അറിയില്ല, അത് ജനങ്ങൾക്ക് അറിയില്ല. സുന്നത്തിനോട് യോജിച്ച നിലപാട് എന്താണെന്ന് ജനങ്ങൾക്ക് അറിയില്ല. ഫൽ അസ്ലഹ്, എങ്കിൽ നല്ലതെന്താ, യുഖാമലഹു, എണീറ്റ് കൊടുക്കലാണ്. എന്തിനു വേണ്ടിയാ? അത് ഫസാദ് തടയാനാണ്. ലിഅന്ന ദാലിക അസ്ലഹു ലിദാത്തിൽ ബൈൻ, ബന്ധം നിലനിൽക്കാൻ അതാണ് നല്ല, ബന്ധം നിലനിൽക്കാൻ എന്നത് വലിയ കാര്യമാണ്. വഇസാലത്തി തബാഗുദ് വശഹ്ന, പരസ്പര വെറുപ്പും വിദ്വേഷമൊന്നും ഇല്ലാതിരിക്കാൻ. ചിലപ്പോൾ ആളുകൾ അങ്ങനെ വിചാരിക്കും, പ്രായമുള്ള ചിലപ്പോൾ ഒരാൾ കയറി വരുന്നു, എല്ലാവരും എണീറ്റുന്നു, ഒരു താടി വെച്ചാൽ ഒരാളത് അവിടെ ഇരിക്കണു, എന്താ അവൻ്റെ ഒരു കിബർ, അവനൊന്ന് താടി കണ്ടപ്പോൾ അവന് അഹങ്കാരിയായി, മുതിർന്നവരെ വിലയില്ല. അപ്പം ഇങ്ങനത്തെ ഫിത്നയും ഫസാദൊക്കെ സൂക്ഷിക്കണം, മനസ്സിലായില്ല? അത് ദീന് പഠിക്കുന്നവരോട് ഊന്നി പറയാനുള്ള കാര്യമാണ്, മനസ്സിലായില്ലേ? ബുദ്ധി ഉപയോഗിക്കണം. ചോദിച്ചാൽ അത് ബുദ്ധി ഇല്ലാത്ത മനുഷ്യരെ പോലെ നമ്മൾ പെരുമാറരുത്. അങ്ങനെയാണ് ചില ആളുകൾ, എന്തെങ്കിലും കേൾക്കുമ്പോൾ തലയും പാലും ഇല്ലാതെ തലങ്ങും പലങ്ങും നോക്കാതെ അതങ്ങ് നടപ്പിലാക്കും. അങ്ങനെയുള്ള സഹോദരങ്ങൾ, ഇതൊക്കെ പണ്ഡിതന്മാർ വജ്ഹ് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഇതിനാണ് ഉലമാക്കൾ, ഇതാണ് അവരെ ഏറ്റവും നല്ലത് നമുക്ക് പറഞ്ഞു തരും, വളരെ നല്ലത് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ നോക്കിയത് ഷെയ്ഖുൽ ഇസ്ലാം എത്ര നല്ല വാക്കാണിത്, എത്ര ഖൈറായ കാര്യമാണ് വെറുപ്പും വിദ്വേഷവും ഇല്ലാതിരിക്കാൻ. വഅമ്മാ മൻ അറഫ ആദത്തൽ ഖൗമിൽ മുവാഫഖത്തി ലിസുന്ന, എന്നാൽ ആരാണോ, ഒരാൾക്ക് വരുന്ന ആൾക്ക് എന്താ അറിയാം, സുന്നത്തിനോട് യോജിച്ച ശീലം എന്താണെന്ന് അറിയാം. ഫലൈസ ഫീ തർക്കി ദാലിക ഈദാ അല്ലഹു, അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് ഒരു ഉപദ്രവമൊന്നുമില്ല, അയാൾ തെറ്റിദ്ധരിക്കുന്നില്ല എന്നാണെങ്കിൽ വലൈസ ഹാദൽ ഖിയാം المذكور في قوله من سره أن يتمثل له الرجال قياما فليتبوأ مقعده من النار فإن ذلك أن يقوموا له وهو قاعد. അപ്പോൾ ഇങ്ങനെ ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അയാൾക്ക് ദ്രോഹമില്ലെങ്കിൽ, അയാൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യോജിച്ച, സുന്നത്തിനോട് യോജിച്ച മാർഗം തന്നെ സ്വീകരിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു നേരത്തെ പറഞ്ഞ ഹദീസിലുണ്ട്, ഒരാൾ താൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹിച്ചാൽ അത് നരകത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ, തനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ, തനിക്ക് വേണ്ടി താൻ വരുമ്പോൾ നല്ല ഹദീസിലുള്ളത്. പിന്നെ മൻ സറഹു അൻ യതമസ്സല ലഹു റിജാൽ, ഒരാൾക്ക് ഇഷ്ടം എന്താ, അയാൾക്ക് വേണ്ടി ജനങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതാണ്, അയാൾക്ക് വേണ്ടി ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് അയാൾക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ഫഇന്ന ദാലിക അൻ യഖൂമു ലഹു വഹുവ ഖാഇദ്, അത് ഏത് നൃത്തമാണ്, അയാൾ ഇരിക്കുക, ബാക്കിയുള്ളവരൊക്കെ നിൽക്കുക. ഇത് ഇഷ്ടപ്പെട്ടാൽ, ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അതെന്താണ്, അയാൾ നരകത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചുകൊള്ളും. ലൈസ ഹുവ അൻ യഖൂമു അൽ മജീ ഇദാ ജാ, അതെന്തല്ല, ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിനെ കുറിച്ച് അല്ല. വലിഹാദാ ഫറഖു ബൈന അൻ യുഖാൽ ഖുംതു ഇലൈഹി വഖുംതു ലഹു, അതുകൊണ്ട് തന്നെ അറബിയിൽ രണ്ട് ശൈലിയാണ്. ഒന്ന് ഖാമ ലഹു എന്നാണ് പറയുക, മറ്റേതിന് ഖാമ ഇലൈഹി എന്നാണ് പറയുക. ഒരാൾ വരുമ്പോൾ അയാളെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക, അത് ഇലൈഹിയാണ്. ഖൂമു ഇലാ സയ്യിദിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടിനും രണ്ട് പദം തന്നെ ഉണ്ട്. വൽ ഖായിമു ലിൽ ഖാദിമി സവാഹു ഫിൽ ഖിയാം, അതുപോലെ വരുന്ന ഒരാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ രണ്ടും ഒരുപോലെയാണ് ആയത്. വരുന്ന ഒരാൾക്ക് വേണ്ടി ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ രണ്ടാളും ഒരുപോലെയാണ് ആവുന്നത്, ഒരാൾ മുകളിലും ഒരാൾ താഴെയൊന്നുമല്ല. ബിഖിലാഫിൽ ഖായിം ലിൽ ഖായിദ്, എന്നാൽ ഇരിക്കുന്ന ഒരാൾക്ക് അയാളിങ്ങനെ ഓച്ചാനിച്ചിട്ട് എണീറ്റിക്കുക എന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയതാണ്. നിസ്കരിക്കുമ്പോൾ പോലും അല്ലേ, ഇമാമ് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, നിങ്ങൾ ഇരുന്ന് നിസ്കരിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വഖദ് സബത ഫീ സഹീഹി മുസ്ലിം, ഇനി ആ ഹദീസാണ് ശൈഖുൽ ഇസ്ലാം ഉദ്ധരിക്കുന്നത്. നമുക്ക് വായിക്കാൻ സമയമില്ല, ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച വായിക്കാം ഇൻഷാ അല്ലാഹ്. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.